അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദിയുടെ ഉപ്പ പരമാവധി പറഞ്ഞു നോക്കി, മോളെ ഉപ്പാൻ്റെ കുട്ടി ഇന്നിവിടെ നിന്നോളി, ഇവൾക്കും ഒപ്പം കുറച്ചു നേരം. ഉപ്പ എനിക്ക് പൊരുന്ന ഒഴിവില്ല, ഞാൻ പോവാണ്. അല്ല മോളെ, എൻ്റെ പുതിയാപ്പിളൊന്നും ഇവിടെ ഇല്ലല്ലോ, മോളിവിടെ നിന്നോ. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, അല്ല മോളെ സൗദ ഈ നിൽക്കണമെങ്കിൽ നിന്നോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ, അവിടെ ഇപ്പോൾ നുസിയും മോലൊക്കെ ഉണ്ടല്ലോ. അല്ലേ ഞാൻ വരികയാണ്, ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ട് ഇങ്ങോട്ട്. അങ്ങനെയതാ അവർ അവിടെ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുകയാണ്. ഷമ്മാസിനെ കാണുന്നില്ലല്ലോ, സമയം ഇപ്പോൾ കുറച്ച് നേരമായല്ലോ. അതെ, സത്താറിൻ്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടാക്കുവാൻ വേണ്ടി ഷമ്മാസ് പോവുകയാണ്. എന്നാൽ പോകുന്ന വഴി ആ വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് ഷമ്മാസ് പോയി. അവരെല്ലാം അവിടെ ഇറങ്ങി. ഇവിടേക്ക് എന്തിനാ? ആ അതൊക്കെയുണ്ട്, വരി നിങ്ങൾ വരി ഇത്താ വരി. ഷമ്മാസ് അതാ അവരുടെ സത്താറിൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഹൈപ്പർ മാർക്കറ്റിനകത്തേക്ക് പോകുന്നു. ഒരു കൊട്ടയെടുത്തുകൊണ്ട് ഒരു ട്രോളി എടുത്ത് അവരുടെ കൈകളിൽ കൊടുത്ത് പറഞ്ഞു, ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കിച്ചണിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എനിക്കറിയാവുന്നതിലേറെ നിങ്ങൾക്കായിരിക്കുമല്ലോ അറിയാം, അതുകൊണ്ടെല്ലാം വാങ്ങിയിട്ടോളൂ കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഞാനും ഒന്ന് പർച്ചേസ് ചെയ്യാം. അല്ലോ അതൊന്നും വേണ്ട മോനെ, അതൊക്കെ അല്ലിത്ത, നിങ്ങൾ സത്താർക്ക് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ ചിലപ്പം പ്രയാസമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ കുറച്ചധികം എടുത്തോളൂ. അല്ല. എന്നാൽ അവർ മടിച്ചു നിന്നു. എന്നാൽ ഷമ്മാസ് തന്നെ മുൻകൈ എടുത്തു, എന്താ ഇത് നോക്കി നിൽക്കുന്നത്, എന്തൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുത്തോളൂ. അങ്ങനെയതാ ഓരോ മസാലപ്പൊടികളും പഞ്ചസാരയും ചായപ്പൊടിയും അടങ്ങുന്ന അങ്ങനെ ഒരുപാട് പലചരക്ക് സാധനങ്ങളുടെ കിറ്റുകളെല്ലാം അത് ഷമ്മാസ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അവർ ഒരു സാധനം പോലും എടുക്കുവാൻ തുനിഞ്ഞില്ല. ആ മക്കളെന്തോ കളിക്കോപ്പ് എന്തോ കണ്ടപ്പോൾ എടുത്തപ്പോഴേക്കും, അല്ല മക്കളെ അങ്ങനെ എടുക്കല്ലേ, അങ്ങനെ എടുക്കാൻ പാടില്ല നമ്മൾ. എന്നാൽ ഷമ്മാസ് അത് കേട്ടു. എന്താ ഇത്ത എന്നെ ഒരു അനിയനെ പോലെ കരുതിയാൽ മതി, ഇത്ത ചെല്ലേ നിങ്ങൾ അത് എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കി, ഇഷ്ടമുള്ള എടുത്തോട്ടോ, അതൊന്നും കുഴപ്പമില്ല, എന്താ കുറച്ച് ക്യാഷിൻ്റെ സാധനമല്ലേ. അങ്ങനെ അതാ ഷമ്മാസ് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും അടക്കം, നെയ്ച്ചോറിൻ്റെ നെയ്യ് അങ്ങനെ ഉള്ളതും, അതുപോലെ അതുമാത്രമല്ല കുറച്ച് ദിവസത്തിനുള്ള ചിക്കനും ബീഫും അതും ഫിഷും കുറച്ച് വാങ്ങി. എല്ലാം സെറ്റാക്കി അതാ അവൻ കാറിൻ്റെ ഡിക്കിയിലേക്ക് അടുക്കി വെച്ച്, കയറിക്കോളി എന്നാൽ. എല്ലാവരും സന്തോഷത്തോടു കൂടി കയറി. ശരിക്കും അതാ അവർ കരഞ്ഞു പോകുകയായിരുന്നു. അത് ഇതൊന്നും എന്താ ഇത്ത നിങ്ങളിങ്ങനെ നിങ്ങളോട് അദ്ദേഹം ഒരു കാര്യം ഏൽപ്പിച്ചതാണ്, അതെനിക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ ഞാൻ, പിന്നെ ഇപ്പോൾ എന്താ, ഒരു മനുഷ്യൻ വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ. എനിക്ക് നോ പ്രോബ്ലം, നിങ്ങൾക്ക് സന്തോഷമല്ല, നിങ്ങൾക്ക് തരേണ്ടതാണല്ലോ അതൊക്കെ, അല്ലെങ്കിൽ പഠിച്ചോ നമ്മളോട് ചോദിക്കൂലേ. സ്നേഹത്തോടെ ഷമ്മാസ് അവരോടത് പറഞ്ഞപ്പോൾ അവർക്ക് ഷമ്മാസിനോട് വല്ലാത്തൊരു മതിപ്പ് തോന്നാണ്. റബ്ബേ, ഇങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പോഴത്തെ കാലത്തും ഉണ്ടാവുമോ റഹ്മാനെ. ഷമ്മാസിന് വേണ്ടി അവർ ദുആ ചെയ്തു. അതെ, ഞങ്ങളെ സ്വീകരിച്ച ഐഷുമ്മക്ക് വേണ്ടിയും. അങ്ങനെ അതാ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ സത്താറിൻ്റെ വീടെത്തി. ഇത്ത ഇതല്ലേ? ആ ഇതന്നെ. അല്ല, സാധനങ്ങളെല്ലാം അതാ അവൻ ഡിക്കിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഉമ്മ, ഇക്കാക്ക നമ്മുടെ കൂടെ നമ്മൾ വീട്ടിൽ താമസിക്കുമോ? ആ മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ ഒന്ന് പരിങ്ങി. പൊന്നു മക്കളെ, ഇക്കാക്ക നമ്മളെ കൊണ്ടാക്കി തരാൻ വന്നതല്ലേ. മക്കളെ, അത് പിന്നീട് ഒരിക്കലേ നമുക്ക് അങ്ങോട്ട് തന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കിട്ടോ, ഇക്കാക്ക പോട്ടെ. ഇക്കാക്ക നിങ്ങൾ പോവില്ലേ? നിങ്ങളുണ്ടാവുമ്പോൾ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾ ഉമ്മക്ക് അറിയൂല നിങ്ങളുണ്ടാവുമ്പോൾ. പൊന്നു മക്കളെ, ഉപ്പച്ചി വൈകാതെ തിരിച്ചു വരും കേട്ടോ. എന്തായാലും മക്കൾ സുഖസുന്ദരമായി ഇവിടെ ജീവിച്ചോളൂ. ആ ഇത്ത, പിന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിതാ ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ. ഇതാ എൻ്റെ നമ്പർ, ഇതാ ഇതിവിടെ വിസിറ്റിംഗ് കാർഡ് ഞാൻ തരുന്നുണ്ട്. ഇതിലേക്ക് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ തന്നെയായാലും ഞാനിവിടെ എത്തും. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ എഴുതി വിട്ടാൽ തന്നെ, അല്ലെങ്കിൽ ഒരു വോയിസ് വിട്ടാൽ തന്നെ ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ച് തരാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ പോട്ടോ. മോനെ പോവല്ലേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട്. അല്ല ഇത്ത, ഇപ്പോൾ വേണ്ടായിട്ടാണ്. അല്ല മോനെ പോവല്ലേ, ഇതാ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ ആയിട്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാതെ പോയി എൻ്റെ മനസ്സിന്. എന്നാൽ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സൊന്നലിഞ്ഞു. ഒരു നിമിഷം അവൻ എന്നാൽ ഇത്ര ഗ്ലാസ് വെള്ളം മതി. അല്ല മോനെ. അപ്പോഴേക്കും അവർ പാൽ പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് നല്ല കടുപ്പത്തിൽ
നല്ല ചായപ്പൊടിയെല്ലാം ഇട്ട് അല്പം പഞ്ചസാരയും ഏലക്കായും ചേർത്ത് നല്ലൊരു അടിപൊളി ചായ അതാ ഷമ്മാസിന് സെറ്റാക്കി കൊടുത്തു. ഇത് കുടിച്ചോളെ, കടിയൊന്നും അതെടുക്കട്ടെ. അല്ലല്ല വേണ്ട, നിങ്ങൾ പറഞ്ഞ നിർബന്ധത്തിന് വേണ്ടി മാത്രം. ഷമ്മാസ് ചായ കുടിക്കുകയാണ് അവരുടെ ആ ഒരു കോലായിൽ നിന്ന്. എന്നാൽ അവരുടെ തൊട്ടടുത്തുകൂടെ അപ്പുറത്തുള്ള ആ റോട്ടിലൂടെ ഒരാൾ ഇത് കാണുന്നു. അപ്പോൾ സത്താറിന് പോലീസ് കൊണ്ടുപോയി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. ഇപ്പോൾ സത്താറിന് പോലീസ് കൊണ്ടുപോയപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ആരാ ഇവിടെ സിറ്റ് ഔട്ടിൽ കയറി ചായ പിടിക്കണത്? ശരിക്കും ഇതാ അറിയില്ല. അതെ, അത് മറ്റാരുമായിരുന്നില്ല, എപ്പോഴും ഏഷണിയും പ്രദൂഷണവും പറഞ്ഞ് നടക്കുന്ന ഒരു താത്തയുണ്ടല്ലോ, അതായിരുന്നു, വേറെ ആരുമല്ലായിരുന്നു അത്. എന്തൊക്കെ തന്നെയാലും ഷമ്മാസ് ചായ കുടിച്ച് എന്നാൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ, എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ, എന്നെ കിട്ടിയില്ലെങ്കിൽ ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിച്ചോളൂ കേട്ടോ, ഉമ്മാൻ്റെ നമ്പർ തട്ടൊന്നേ. അങ്ങനെ ഉമ്മാൻ്റെ നമ്പർ കൊടുക്കുകയാണ്. ഒന്നും കൊണ്ട് വിഷമിക്കരുത് കേട്ടോ, എന്തെങ്കിലും ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ എന്നെ വിളിച്ചറിയിക്കും. ഓക്കെ മക്കൾ, എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അവിടെ നിന്നിറങ്ങി കാറിൽ കയറി. വല്ലാത്തൊരു പുതുമ ഇതിപ്പോൾ ഓരോരുത്തരാണ് പോകാൻ കാത്തുക്കുക മറ്റുള്ളവർ വന്ന് കയറാൻ. ഓള് അത്യാവശ്യം തണ്ടും തടിയും ചൊറുക്കുള്ള പെണ്ണാണ്. എന്നിട്ടിപ്പോൾ ആരെ ഇപ്പോൾ വിളിച്ചിരുത്തി കയറ്റിയിരിക്കണത്? ഇപ്പോൾ പെരീക്ക് വരുന്നോലും പോണോലും മറ്റോൻ ജയിലിലും. ഏതായാലും തിരക്കിടില്ല. സത്താറ് കുറേ കളി അങ്ങനെ കളിച്ചത്, അഞ്ഞോൻ്റെ പെണ്ണുങ്ങളൊന്നാണ് കളിച്ചട്ടെ. ഏതായാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വേണ്ടേ? അതും പറഞ്ഞുകൊണ്ട് ആ താത്ത അതുവഴി പോകുന്നു. എന്നാൽ ഷമ്മാസ് കാറിൽ കയറി പെട്ടെന്ന് പഠിച്ചോനെ ഉമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ വീട്ടിൽ നിന്ന് സമയം ഒരുപാടായല്ലോ പഠിച്ചോനെ എന്തപ്പോൾ ചെയ്യുക. എന്നാൽ ഈ സമയം സൗദ അവളോട് പറയുകയാണ്, അല്ല അതിപ്പോ സത്താറിൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് ഓന് പോയിട്ട് ഇപ്പോൾ എത്ര സമയമായി? അല്ല നുസൈബ, ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് കൊടുക്കാൻ പാടുണ്ടോ? ആണുങ്ങളായാലും കുറച്ചൊക്കെ ഓരോ കാര്യത്തിൽ നിയന്ത്രണം വേണ്ടേ? സത്താറിൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഒരു അന്യ പെണ്ണാണ്. അതുമാത്രമല്ല സത്താർ ഭാര്യൻ്റെ കൂടെ ഒരുപാട് കഴിഞ്ഞിട്ടുമില്ല. ഓല് കാര്യമായിട്ട് എന്താ പറയുക, ഞങ്ങളൊപ്പം ഓലക്കൊപ്പം കൈക്കാരം. ഓന് മറ്റുള്ള അന്യ പെണ്ണുങ്ങളൊപ്പമാണ് ഓൻ്റെ സഹവാസം. ഭാര്യയ്ക്ക് എന്ന് വെച്ചാൽ ആ പെണ്ണൊരു പാവമൊക്കെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, കുറേ കഴിയുമ്പോൾ ആണുങ്ങൾ വിട്ടിങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോഴേ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും ചില പൂതിയൊക്കെ. നല്ല സ്നേഹിക്കുന്ന ആണുങ്ങളെ കിട്ടിയാൽ ഓലൊന്ന് സ്വന്തമാക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ചിന്താഗതിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ സ്വന്തം മാപ്പിള അങ്ങനെ ഇങ്ങനെ നടക്കണം, അപ്പോൾ ഓൽക്കും ഉണ്ടാവില്ല. പക്ഷെ അമ്മാസാണെങ്കിൽ എല്ലാ സഹായവും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. എത്ര നേരമായി പോയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? എന്നാൽ അത് കേട്ടപ്പോൾ ശരിക്കും നുസൈബ, എന്താ നിങ്ങളീ പറയുന്നത്? അവരാക്കി കൊടുക്കാൻ പോയതല്ലേ, പിന്നെ എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ് ഉണ്ടായിരിക്കും. അതിനെന്താ, ആരും ഇല്ലാത്തവല്ലേ, ഒരാണായിട്ട് ആരും ഇല്ലല്ലോ. അതും പറഞ്ഞ് നടന്നോ. എന്തായാലും എന്താ അവിടെ വർത്താനം പറയണത്? എൻ്റെ ഷാമോനെ കാണാനുമില്ല. എന്നാൽ സൗദ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ പൊന്നാരുമ്മ, ഷാമോനൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. എന്താ സൗദ ഈ പറയണത്? അല്ലേ, കുറേ നേരമായില്ലേ പോയിട്ട് എന്ന് പറയാം. ആണുങ്ങളൊന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. എന്നാൽ ഐഷമ്മക്കത് പറ്റിയില്ല. ഐഷമ്മ പെട്ടെന്ന് തന്നെ, സൗദ, നമ്മൾ ഓരോന്ന് വേണ്ടാത്ത ചിന്തിക്കരുത് മോളെ. നമ്മൾ നല്ല മാത്രം ചിന്തിക്കുക. അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നതൊക്കെ തെറ്റായിട്ട് തോന്നും. അതേതായാലും ആ പാവങ്ങളാണ് കൊണ്ടാക്കി കൊടുത്ത് തിരിച്ചിപ്പോൾ വന്നോളും. പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കും എൻ്റെ കുട്ടി വന്നോ പഠിച്ചോനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മ കുറച്ച് ലേറ്റ് ആയെന്ന് വെച്ചാൽ അവിടെ ബില്ലിങ്ങിന് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോഴേ ബില്ലിങ്ങിൻ്റെ ടൈമിൽ കുറച്ച് നേരം ലേറ്റ് ആയതാണ്. ഞാൻ അവരുടെ വണ്ടിയിൽ കയറിയിരിക്കാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് കൊടുത്തു. മോനെ, അവർക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല ഉമ്മ, ഒരു ബുദ്ധിമുട്ടായിട്ടില്ല, കുറച്ച് ലേറ്റായി, അതാണ്. എന്നാൽ സൗദ നുസൈബയുടെ മുഖത്തേക്ക് നോക്കി, ലേറ്റൊക്കെ ഇനി ലേറ്റൊക്കെ ആകും. കാരണം ഓളെ ഭർത്താവും ഇല്ല, അപ്പോൾ സുന്ദരി പെണ്ണുമാണ്, പിന്നെ ഇപ്പം എന്താ ലേറ്റ് ആകണീന്? എന്നാൽ സൗദിയുടെ ആ വർത്താനം തീരെ നുസൈബക്ക് പറ്റില്ല. നുസൈബക്ക് ഒന്നും മിണ്ടിയില്ല. അവൾ സങ്കടത്തോടെ നിന്നു. പഠിച്ചോനെ, ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്നാൽ ഈ സമയം ഉമ്മ എന്നാൽ ഇറങ്ങല്ലേ. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് ഒരു കാര്യം എടുക്കാൻ മറന്നു.
ഒരു ബോക്സ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇതെന്താ മോനെ? എവിടെ ഉമ്മയും ഉപ്പയും വിളിക്ക്. മോളെ ഹഫ്സ, മോളെ ആയുഷമ്മ വിളിച്ചു. ആ എന്ത് ഉമ്മ? അതെ എന്നെ വിളിക്കണേ. എവിടെ ഉപ്പ? ഉപ്പ അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, ഒന്ന് വിളിച്ചാണേ. അപ്പോഴേക്കും ഉപ്പയും എന്തേ? ഷമ്മ സന്തോഷത്തോടു കൂടി ഇതുമ്മ ഇത് കൊടുത്തേക്ക് അവർക്ക്. ഇതെന്താ മോനെ? ഇത് രണ്ടുപേർക്കും ഫോണാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അല്ലാ പഠിച്ചോനെ, ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് മൂപ്പരെടുത്തൊരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചാർജ് കയറിയിട്ട് നോക്കലുമില്ല. പിന്നെ അതിനെന്തിനൊക്കെ നമ്പർ വേണമെന്നൊക്കെ പറയുമ്പോഴേ ഫോൺ ഇപ്പോൾ എങ്ങനെ നമ്മളുള്ള പൈസ കൊടുത്ത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടേ ആകെപ്പാടെ ടെൻഷനായി നിൽക്കുകയായിരുന്നു. പഠിച്ചോനെ, സത്യം പറഞ്ഞാൽ അതാ ഹഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത്. പഠിച്ചോനെ റബ്ബേ, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു ഫോണ്, അത് എന്തോ ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടി ആ നമ്പറൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പഠിച്ചോനെ, അതാണെങ്കിലിപ്പോൾ ശരിക്കും അവൾ ആ ഫോൺ കിട്ടിയപ്പോൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അള്ളാഹുവേ റഹ്മാനെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതും ഇത്ര വലിയൊരു ഫോണ്. ശരിക്കും അവർ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങളെ പേരിലുള്ള സിമ്മ് ആധാർ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, എല്ലാം ഞാൻ കറക്റ്റ് ശരിയാക്കി തരാം കേട്ടോ, നോ പ്രോബ്ലം, ഒന്നും വിഷയമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാ സിമ്മും കാര്യങ്ങളും ആധാർ കാർഡും എല്ലാം സെറ്റാക്കി അവർ എല്ലാം റെഡിയാക്കി. പഠിച്ചവനെ വല്ലാത്ത സന്തോഷം. ആയുഷമ്മയും തന്നെ ഉമ്മ ഒരെണ്ണം കൂടി വാങ്ങി, അതൊന്ന് നമ്മളെ സത്താറിൻ്റെ വൈഫിനെ, അവരെ ഫോണാകെ പൊട്ടി പൊളിഞ്ഞ് പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കുകയാണ്. ഞാനൊന്ന് അവർക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ ഒരു നിമിഷം അതാ സൗദ നോക്കി അവളെ കണ്ടോടി, ഇപ്പോൾ ഫോൺ വരെ വാങ്ങിക്കൊടുത്തു. നടക്കട്ടെ, നിങ്ങൾക്കല്ലേ ഷമ്മാസ് ഇത്ര വലിയ ആള്, നടക്കട്ടെ, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എന്നാൽ നുസൈബക്ക് അത് കേട്ടപ്പോൾ വല്ലാതെയായി. അവളുടെ മനസ്സ് വല്ലാതെ മൂകമായി. റബ്ബേ, ഇവൾ പറയുന്നത് കാര്യമാണോ ഇതൊക്കെ? അവൾ വല്ലാതെ, എങ്കിലും അവൾ പുറത്തേക്ക് ആ ഒരു ദുഃഖം കാണിച്ചില്ല. അവൾ മുഖത്ത് പുഞ്ചിരി വരുത്തി. എന്നാൽ പോവല്ലേ, അപ്പോൾ ഓക്കെ അല്ലേ, എന്നാൽ ശരിട്ട മക്കളെ. മോളെ സൗദ, മോൾ ഇവിടെ നിന്നോ. എൻ്റെ പൊന്നാരുപ്പ, ഇപ്പം തൽക്കാലം ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരണ്ടേ. ഇവിടെ നിന്നാലൊന്നും എനിക്കൊരു സുഖം കിട്ടൂല. പുത്തൻ വീട് തറവാട്ടിലെ ആ ഒരു റൂമിൽ കിടക്കണം. അവിടെ നല്ല വിശാലതയും നല്ല തണുപ്പുള്ള എ സിയാണ് അവിടെ ഉള്ളത്. ഇവിടുത്തെ പോയി ഇവിടെ അത്ര കിട്ടണില്ലല്ലോ. അത് മോളിപ്പോൾ പെരും ചൂടല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇപ്പം പിന്നെ പുതിയ വീടുമല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോട്ടെ. റബ്ബേ അല്ലാ, എന്നാൽ പോവല്ലേ നുസി? ഷമ്മാസ് വിളിച്ചു. എന്താ പെണ്ണേ, നിനക്കൊരു മോളിൽ കയറ്. അങ്ങനെ അതാ ഐഷുമ്മ എല്ലാം സലാം പറഞ്ഞുകൊണ്ട്, അല്ലാ മക്കളെ പഠിച്ചവനെ ഹയറും മർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാ, കാലും കെട്ടേ ഇരുന്നാൽ നീച്ചാൽ അങ്ങോട്ട് കഴിയൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പഠിച്ചവനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എന്നാൽ പോട്ടെടി, എന്നാൽ ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. വരിട്ട് അങ്ങോട്ട്, നമുക്ക് എല്ലാവർക്കും അവിടെ കൂടാലോ. എന്നാൽ ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ അവർ പോകുമ്പോൾ അഫ്സയുടെ മുഖത്ത് വല്ലാത്ത സങ്കടമായിരുന്നു. അല്ലാ പഠിച്ചവനെ, അല്ലാ അവരുടെ ജീവിതത്തിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അതാ ഉമ്മ ചോദിച്ചു, മോനെ പോവല്ലേ? അല്ലാതെ ഉമ്മ ഇനി എടുക്കുക. ഉമ്മ എന്താ വാങ്ങാനുള്ളത്? ഇന്ന് ഉച്ചക്ക് ഫുഡ് എന്താ? ആ കുട്ടി കുറേ എന്നോട് പറഞ്ഞു അവിടെ നിൽക്കാൻ, അവിടെ നിന്നോളി, ഇന്ന് ഉച്ചയ്ക്ക് പോവാം. ഉമ്മ എപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അതിനകത്തുള്ള സാധനമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അവർ കഴിയട്ടെ ഹാപ്പിയായി, അവർ ഒരുപാട് ബുദ്ധിമുട്ടി കഴിഞ്ഞല്ലേ, ഇനി അവരവിടെ നിന്ന് ആരും പിടിച്ചിറക്കൊന്നുമില്ലല്ലോ. എന്നാൽ അത് കേൾക്കുമ്പോൾ അതാ സൗദിയുടെ മുഖം മ്ലാനമാവുകയായിരുന്നു. എന്നാൽ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവിടെ പുത്തൻ വീട് തറവാട്ടിൽ എത്തുകയാണ്. പഠിച്ചോനെ ആമീൻ അല്ലാ. ഷമ്മാസും നുസൈബയും ഇറങ്ങി. എന്നാൽ സൗദ പെട്ടെന്ന് തന്നെ, ഈ കുട്ടിയൊന്ന് പിടിക്കോ? അവൾ അതാ കുഞ്ഞിനെ നീട്ടി. എന്നാൽ ഷമ്മാസ് ആ കുഞ്ഞിനെ എടുത്തു. നുസൈബയുടെ കയ്യിലാണ് മറ്റേ കുട്ടിയുള്ളത്. നല്ല വെയിലാണല്ലോ മക്കളെ, വേഗം അകത്തേക്ക് കയറാം. അങ്ങനെയതാ അവർ പുത്തൻ വീട് തറവാടിൻ്റെ അകത്തേക്ക് കയറുന്നു. സൗദിയുടെ കുട്ടിയെ ഷമ്മാസ് നല്ല രീതിയിൽ എടുത്തു. ഇതാ കുഞ്ഞിന് പാല്. ഷാമോനെ കുറച്ചും കൂടി പിടിക്കൂടാ, ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മക്ക് പറ്റിയില്ല. ഇങ്ങോട്ട് കൊണ്ടാ കുട്ടിനെ. ഓന് എവിടേക്കും ഒരു ബൈക്കൊക്കെ പോകണ്ടോ, കുട്ടികളെ എടുത്ത് കൊണ്ട് നിൽക്കാനൊന്നും പറ്റൂലല്ലോ, ഇപ്പം അങ്ങോട്ട് കൊണ്ടാ. ഐഷുമ്മ കുഞ്ഞിനെ വാങ്ങിയപ്പോൾ സൗദ പറഞ്ഞു, ഷാമോനെ പിടിച്ചോട്ടെ, അതിനെന്താ ഉമ്മാക്ക് ഇത്രത്?
ഷ്യാമു നോക്കിക്കോളൂല്ലോ കുട്ടിനെ, അതിനിപ്പോൾ എന്താ, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഷ്യാമോനല്ലേ എന്നുള്ള വാക്കുകൂടി കേട്ടപ്പോൾ അത് നുസൈബക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമായി. പഠിച്ചവൻ എന്തൊക്കെ ഇവർ പറയണത് എന്നുള്ള രീതിയിൽ. എന്നാൽ അതാ കുഞ്ഞിനെയും കൊണ്ട് ഷമ്മാസ് അപ്പോൾ തന്നെ നുസൈബയുടെ റൂമിലേക്ക് എത്തി. പെട്ടെന്ന് സൗദ, അതേ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, മറ്റേ കുട്ടീനിപ്പോൾ കെടുത്തണ്ട, ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു നിമിഷം ഐഷുമ്മ അത്ഭുതപ്പെട്ട്, എന്താ റബ്ബിൾക്ക് പിരാന്തുണ്ടോ ഓരോ വർത്താനം പറയണത്? എന്താ സൗദ, ഞാൻ ഒരു കാര്യം പറയാം. കുട്ടികളെ രണ്ടാളെ ഒപ്പം കെടുത്തിച്ചിട്ടോ ഒന്നും പറ്റൂല. ഓര് രണ്ടാളും ഒരുമിച്ചെന്നേനോ ഇവിടെ കിടന്നീൻ്റെത്, അല്ലാതെ വേറിട്ടല്ലായിരുന്നു. ഷമ്മാസിൻ്റെ റൂമിൽ തന്നെ ആയിരുന്നു 2 മക്കളും കിടന്നീൻ്റെത്. അന്ന് ഈ ഇല്ലേനു. ഇതിപ്പോൾ ഷമ്മാസിൻ്റെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള കണക്കല്ലായിരുന്നു. 2 ആളും ഒരേ കട്ടിൽമേൽ കിടന്ന് ഒരു ഉമ്മയിൽ നിനക്ക് പാല് കൊടുത്തിൻ്റെത്. അതൊന്നും മറക്കാൻ പാടില്ല. സൗദയുടെ ആ ഒരു മാറ്റം കാട്ടൽ കൊണ്ട് ഐഷുമ്മ അവളെ ഉപദേശിച്ചു. മോളെ സൗദ, നവാസിൻ്റെ കുട്ടിയാണെങ്കിലും ഷമ്മാസിൻ്റെ കുട്ടിയാണെങ്കിലും എനിക്ക് 2 ആളും ഒരുപോലെ തന്നെ. 2ഉം എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ആളെയും ഒരുപോലെ ഒരേ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. അതിലൊരു മാറ്റം കാട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും അതൊന്നും എനിക്ക് വലിയൊരു തൃപ്തിയില്ല. കാരണം 2 കുട്ടികളും ഒരേ കട്ടുമ്മൽ കിടന്നാണ് വളർന്നതെന്ന് വെച്ചാൽ ആ ഒരു പെറ്റ സമയത്ത് തന്നെ. അതെ, നവാസിൻ്റെ മോനും ഷമ്മാസിൻ്റെ കുട്ടിയും കൂടി ഒപ്പം പാല് കുടിച്ച 2ഉം ഒപ്പം നുള്ളൊളിച്ചീനു. എന്നാലും എൻ്റെ നുസി 2 ഒരേപോലെ ഓളെ കുട്ടീനവിടെ മാറ്റി വെച്ചിട്ട് നവാസിൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടി പാല് നല്ലോണം കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ പിന്നെയാണ് കയറി വന്നത്. ദോരന്ന് പഠിച്ചോനെൻ്റെ ഉത്തരം കാട്ടി തന്നു തന്നെ പറയാം. അപ്പോൾ നമ്മൾ നന്ദികേട് കാണിക്കരുത് എൻ്റെ പൊന്നാരെ. കാരണം എന്താണെന്ന് വെച്ചാൽ നവാസിൻ്റെ കുട്ടിനെ നല്ല മട്ടത്തിൽ നുസൈബ നോക്കിയിരിക്കണം. പിന്നെ അവിടെ കെടുത്തണ്ട ഇവിടെ കെടുത്തണ്ടെന്ന് പറഞ്ഞതിൽ ഒരർത്ഥമില്ല, പാടില്ല, നമ്മൾ ചിന്തിക്കാൻ തന്നെ പാടില്ല. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ അവൾ കുട്ടിനെയും എടുത്ത് അതാ റൂമിലേക്ക് പോയി വാതിലടച്ചു. എന്താപ്പോൾ അവനാൻ്റെ കുട്ടിനെ നല്ല മട്ടത്തിൽ നോക്കാനും പറ്റൂലേ? സൗദയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഐഷുമ്മ ബേജാറായി. പഠിച്ചോനെ, നല്ല മട്ടത്തിന് കഴിഞ്ഞതായിരുന്നു, ഒരു നെയ്യത്തൊക്കെ ഉണ്ടായിരുന്നു. അതെ, മക്കത്തൊക്കെ കണ്ട് പോകണം, എന്നിട്ട് പിന്നെ നവാസിനോട് ഏൽപ്പിച്ചണം എന്നൊക്കെ. ഇതിപ്പോൾ പിടുത്തം വിട്ട കോലാണ്. എവിടുക്കാറപ്പ ഇവളീ അഹങ്കരിക്കണം അവനക്കറിയില്ല. ഐഷുമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി. പഠിച്ചോനെ, സ്വഭാവം നന്നാക്കണേ അല്ലാ. എന്നാൽ ഈ സമയം അതാ സൗദ റൂമിൽ, ഞാനിപ്പോൾ ഇവിടെ എത്തി ശരിയാണ്, എനിക്ക് എൻ്റെ കുട്ടീനെ കിട്ടി. എന്നാലും നവാസ്ക്കൊന്ന് വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക ഒന്നും ചെയ്തില്ലല്ലോ. എന്നാലും നവാസ്ഖാൻ്റെ ഒരു വാശി, ഞാനൊന്നങ്ങനെ പോയെന്ന് വിചാരിച്ചിട്ട് കാലാകാലം ഇങ്ങനെ മിണ്ടായിരിക്കണമെന്നുണ്ടോ? പുത്തൻവീട് തറവാട്ടുകാരെ കുറിച്ച് വലിയ പോരിശ പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊന്നും വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ലേ? കണ്ടില്ലേ, ഷമ്മാസും നുസൈബയ്ക്ക് എന്തോ ഒരു സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. ഭയങ്കര സ്നേഹമാണ്. ഓലെ സ്നേഹം അത് ഞാൻ കുറച്ചും കൂടി ഇല്ലാതാക്കിയിട്ട് നിൽക്കുള്ളൂ. എനിക്കൊന്നും കണ്ടിട്ട് സഹിക്കണില്ല. എന്തൊരു സ്നേഹമാണോ! ഷമ്മാസും നുസൈബയും ആ റൂമിൽ ഒറ്റയ്ക്ക് കിടത്തായിട്ട് ഉമ്മാക്ക് കണ്ട് ഭയങ്കര ഇത്. എല്ലാവരും കൂടി ഗ്രൂപ്പായി നിൽക്കുമ്പോഴും അവരൊറ്റയ്ക്ക് വേഗം പോയി കിടന്നോളി എന്ന് പറഞ്ഞ് ബെഡ്റൂമിലേക്ക് പറഞ്ഞേക്കുക. ഉമ്മ എൻ്റെ കാര്യം ആലോചിക്കണില്ല. ഞാനും ഒരു ഭർത്താവുള്ള പെണ്ണ് തന്നെയാണല്ലോ. പക്ഷെ ഒരിക്കൽ പോലും നവാസ് എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിതെല്ലാം കണ്ടും കേട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം. വല്ലാത്തൊരു പുതുമന്നെ. പക്ഷേ ഏതായാലും ഇവിടെ ഒരു ഇടം കിട്ടിയതും വലിയത്. മറ്റത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ആണെങ്കിൽ ഇതിലേറെ സഹിക്കേണ്ടി വരും ഓരോന്ന്. പക്ഷേ എനിക്ക് ഈ ഇവിടെ സ്നേഹം കണ്ടിട്ടേ വല്ലാത്ത എന്തൊക്കെയോ ഒരു ഇടങ്ങാറ് തോന്നണം. എന്നാലും സോപ്പിട്ട് ഉമ്മാൻ്റെ ഒപ്പം കൂടട്ടെ. കാരണം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിലേ ഉമ്മാനെ വെറുപ്പിച്ചാൽ പറ്റൂല. പെട്ടെന്ന് തന്നെ അതാ കുഞ്ഞുമായി അവൾ നേരെ അടുക്കളയിലേക്ക്. ഉമ്മ, സൗദ മോളെ, കുട്ടി ഉറങ്ങിയടി? ഇല്ലമ്മ, ഇതാ. എൻ്റെ കുട്ടി ഉറങ്ങിയിട്ടില്ലേ? എവിടെ? അമ്മമാൻ്റെ കുട്ടീനെ ഒന്ന് എടുത്താട്ടെ. അല്ലല്ലാ, റബ്ബേ, പഠിച്ചോനെ. ഉമ്മ, എന്താടി മോളെ? ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് എന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നല്ല കേട്ടോ. ഞാൻ എന്താണെന്നോ, നമ്മളെ മക്കളൊക്കെ ഒരുപോലെ തന്നെ അല്ലേ. ഇതിപ്പോൾ ഷമ്മാസിൻ്റെ കുട്ടി നവാസിന് ആരായാലും ഒക്കെ ഒരേപോലെ തന്നെ അല്ലേ.
ഉമ്മ എനിക്കതൊന്നല്ല, എനിക്ക് ആ സത്താറിൻ്റെ മക്കളാണ് തീരെ ഇഷ്ടമില്ലാത്തത്. എന്തിനാണ് മോലിങ്ങനെ ഈ ഷാമോൻ ഇങ്ങനെ അവരെ ഇങ്ങനെ കൂടുതലായിട്ട് കെയർ ചെയ്യണേ? അവരിപ്പോൾ നമ്മളാരാ? മോളെ ആരും അല്ലായിട്ടല്ല. അതെ, ചിലപ്പോൾ ചിലവർക്ക് അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ മുമ്പേക്കാണ് വന്നതല്ലേ, അപ്പോൾ പിന്നെ വെറുതെ വിടാൻ പറ്റൂലല്ലോ, നമ്മൾ പഠിച്ചോൻ ചോദിച്ചൂലേ ഇതൊക്കെ, അതുകൊണ്ടാണ് മോളെ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ എന്നാലും അത്താത് കുറച്ച് ഓവറായി പോയിട്ടാ. എത്രങ്ങാനും സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞത്, പോരാത്ത ഫോണും അതൊക്കെ എന്താ ഓൾക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഫോണൊക്കെ പോരെ? എന്താ പോലെ ഭർത്താവ് ഗൾഫിലേറ്റാ, ഗൾഫിൽ നിന്ന് വിളിക്കാനാണോ ഓൾക്ക് ഫോണ്? എൻ്റെ പൊന്നാര പെണ്ണെ, ഇനിയിപ്പോൾ കുട്ടികളെ പഠനത്തിനും കാര്യത്തിനും എല്ലാത്തിനും ആണല്ലോ ഈ ഫോണ്. ഇനിയിപ്പോൾ എത്ര ടീച്ചർമാരും ഉസ്താദന്മാരും മദ്രസയിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കണമല്ലോ. ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ വിടുമല്ലോ, എന്നെ കുട്ടികളെ എന്നെ പഠിപ്പിച്ചണം, എന്നത് വായിച്ച് വിടണം, ഇന്നത് എഴുതി വിടണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുണ്ട്. വിട്ട് കഴിഞ്ഞാൽ ഫോണില്ലാതെ നടക്കൂലേ? ആ പെണ്ണിൻ്റെ ഫോണ് ഡിസ്പ്ലേ ഒക്കെ ക്ഷമം പറഞ്ഞിട്ടില്ല, ആകെ പൊട്ടി നന്നാക്കാൻ കൊടുത്തേനു അവൻ്റെ അടുത്ത്. ആ ആകെ പൊട്ടിപ്പൊളിഞ്ഞ ഡിസ്പ്ലേ ഒക്കെ പോയി, ഡിസ്പ്ലേ മാറ്റാൻ 3500 ഉറുപ്പ്യ ചുരുങ്ങിയത് വേണം. പിന്നെ പോരാത്തത് തീരെ അത് GB ഇല്ലാത്ത ഫോണായതുകൊണ്ട് തന്നെ ഹാങ് ആകണം. ഹാങ് ഇങ്ങോട്ടായിട്ട് ഈ വാട്സപ്പിലുള്ള ഗ്രൂപ്പും ഒക്കെ പാടെ ഈ ഫോണിക്ക് ഇങ്ങോട്ട് വന്നിക്കാണ്ട് എങ്ങോട്ടൊന്ന് അറിയണേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ ഈ കുട്ടികളെ പഠനത്തിൻ്റെ കാര്യത്തിനും അതിനും ഇതിനൊക്കെ എന്തായാലും ഫോണ് വേണം. അപ്പം ഞാൻ പറയേ ഉമ്മാൻ്റെ, അപ്പം ഞാൻ അങ്ങനെ ഓനോട് ഇത് ഫോൺ കൊടുത്തപ്പോൾ തന്നെ ഓനതിൻ്റെ അവസ്ഥ പറഞ്ഞു, എന്തോ ഉമ്മ ഈ ഫോൺ കൊണ്ട് കാട്ടുക, ഒന്ന് ഹാങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ റബ്ബർ ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേ പകുതി വയ്ക്കണ്, ഇത് ഉമ്മ നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓനൊരു ഫോൺ കൊണ്ടുപോയി കൊടുത്തത്. പിന്നെ ഞമ്മക്ക് ഇന്ന് പഠിച്ച റബ്ബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞമ്മക്ക് എല്ലാവർക്കും ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നാളെ നമ്മളെ അവസ്ഥ നമ്മൾ ആലോചിച്ചണ്ടേ? ഇന്നിപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങൾ എന്താ കുട്ടികളും പറ്റ പാവങ്ങൾക്ക് തീരെ ഒന്നും കഴിവില്ലാത്തവരാണ്. ഒരു പക്ഷേ നാളെ പടച്ചോൻ്റെ ഖജനാവ് വിശാലമാണ്. ആ ഖജനാവ് ഓൽക്ക് നേരാണ് തുറന്നു കൊടുത്താൽ എന്താവും, ഓല് വലിയ കോടീശ്വരന്മാരെ, നമ്മൾ പാവങ്ങളാകാൻ നിമിഷങ്ങൾ മതി. അതുകൊണ്ടാണ് ഞാൻ മക്കളെ കരുതിക്കോളി പൈസ ഉണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ അഹങ്കരിക്കല്ലേ എന്ന് പറഞ്ഞ ഏത് നിമിഷവും തട്ടിയെടുക്കും. കാരണം ഏത് നിമിഷം പഠിച്ചോ നമ്മളെ പരീക്ഷിക്കാൻ തരുന്ന മക്കളെ ഈ പൈസയൊക്കെ. അതെ, നമുക്ക് നല്ലോണം പൈസ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആരോഗ്യം തന്നെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കും. നല്ല എന്തെങ്കിലും വസ്ത്രങ്ങൾ സ്ഥാനങ്ങളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി നൽകും. കാരണം എന്താ, ഇവൽ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, എന്താ കാട്ടുന്നത്, പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ, അതുകൊണ്ട് അവർക്ക് ഉപകാരമുണ്ടോ, അങ്ങനെയൊക്കെ പഠിച്ചു നമ്മളങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ സാധനം ചെല്ലുമ്പോഴും അപ്പം നമ്മൾ പഠിച്ചോന്ന് അള്ളാഹിൻ്റെ പേരിൽ തൃപ്തിപ്പെട്ട് നമുക്ക് ആരാണ് അതിന് അവകാശികളെച്ച് കൊടുക്കണേ? പൊന്നാരെ, ഏതായാലും വല്ലാത്തൊരു ഇതന്നെ. ഏതായാലും ആ പെണ്ണിന് ആ ഫോണ് കിട്ടി ഇപ്പോൾ കരയാണെന്ന് പറഞ്ഞു ഷാമോൻ. ഇപ്പോൾ കരഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ ഞങ്ങൾ തീരെ വിചാരിച്ചിട്ടില്ല എൻ്റെ മക്കളെ കാര്യത്തിൽ. നാളെ ഞാൻ മദ്രസ തുടക്കല്ലേ, ഈ മക്കളൊക്കെ മദ്രസക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ഈ ഒരു ഈ ഗ്രൂപ്പും കാര്യങ്ങളും. സ്കൂളിൽ ഇപ്പോൾ ഏതായാലും പൂട്ടി, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ തുറക്കുകയും ചെയ്യും. എന്നാലും അതിൻ്റെ ഇടയിൽ വെക്കേഷൻ പരിപാടി അത് ഇത് പറഞ്ഞാണ്ട് അതൊക്കെ ഗ്രൂപ്പിൽ ഒക്കെ ചെയ്യണ്ടേ? 2-3 മക്കളല്ലേ, അപ്പം നമ്മൾ കണ്ടറിഞ്ഞ് വാങ്ങിക്കൊടുക്കണ്ടേ? പിന്നെ ഷാമോൻ പറഞ്ഞേനു ആ കുട്ടികൾക്ക് എന്താ മദ്രസ തുറക്കുമ്പോഴത്തേന് പർദ്ദയും മഫ്തിയും എന്തെങ്കിലും വാങ്ങിക്കോ. അത് നുസി പറഞ്ഞു തന്നെ കേട്ടോ, അമ്മ നാളെ മദ്രസ തുറക്കല്ലേ, എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കണ്ടേന്ന് പറഞ്ഞു. അതിൻ്റെ ഷാമോൻ വിട്ടും ചെയ്തിക്കണ് വാങ്ങിക്കൊടുക്കാൻ. എന്തൊക്കെ തന്നെയാലും പൈസ എന്തെങ്കിലും അതിന് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ പമ്പർ നോക്ക്, അതൊക്കെ ഇനി ഉണ്ടാക്കിയിട്ട് മാറുന്നു. ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ അതും ഇല്ല അറിഞ്ഞു. അതൊക്കെ ഉണ്ടാക്കി എളുപ്പമുണ്ട്, മറ്റേത് കൊണ്ടേ കൊടുക്കണ്ടേ? അല്ലാ, ഏതായാലും ഷാമോൻ വന്നിട്ട് ഒന്നും കൂടി പറയട്ടെ. സൗദ അതെല്ലാം കേട്ട്, അപ്പോൾ ഇനിയും പോകാനുള്ള പരിപാടിയാണല്ലേ, എന്നാൽ ഇപ്രാവശ്യം നുസൈബിയോട് എന്തായാലും കാര്യം പറയട്ടെ. അങ്ങനെ അത് ഉമ്മ എന്നായിക്കോട്ടെ. ഞാൻ പറയണത് എന്താ വെച്ചാൽ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല പൊന്നാര പഠിപ്പ്. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ, എല്ലാം മേലായ റബ്ബിൻ്റെ അനുഗ്രഹം പോലെ. ഏതായാലും ഹഫ്സക്കും കുട്ടികൾക്കും ഒരു എടുത്തൂല ഒരു പേരുണ്ടാക്കി കൊടുത്തു. അതിപ്പോൾ ഇങ്ങനെ വാടകയ്ക്കാണ്, എന്നാലും ഇൻഷാ അല്ലാ പേരപ്പണിയൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ അവിടെ നല്ല സുഖമായി നിൽക്കാമല്ലോ. സമീറും ഭർത്താവും കുട്ടികൾ ഓല അവിടെ ഉണ്ട്. അതേപോലെ ഇപ്പം നമ്മളെ നുസൈബാൻ്റെ വല്യമ്മ ഓലിപ്പോൾ നല്ല മട്ടത്തിനാണ്. ഇവൾക്ക് നുസൈബാൻ്റെ ഇവൾക്ക് വീട് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ ഏറ്റവും സഹായിക്കേണ്ടത് നമുക്ക് നമ്മളെ കുടുംബത്തിൽ കുഴങ്ങി വരെ തന്നെയാണ് നല്ലത്. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാനേ കഴിഞ്ഞു. റബ്ബേ അള്ളാഹ് പഠിച്ചോനെ, എൻ്റെ നവാസും
പെണ്ണുങ്ങളും കുട്ടികളും അവിടെ ഓൽക്കും തന്നെ ഇവിടെ ഓൽക്കൊരു പെരയും കൂടിയൊക്കെ അതും ആക്കി കൊടുത്തു. ആ കുഞ്ഞൊക്കെ ഒരു സാധു മനുഷ്യനാണ്, പാവം കുട്ടിയാണ്. അതിനെ കൂടെ ഒരു കല്യാണം ഉണ്ടാക്കിച്ചെന്നെ ഇൻഷാ അല്ലാ. ഏതായാലും നല്ല കുഴപ്പമില്ലാത്തൊരു സ്വാലിഹായ ഒരു പെൺകുട്ടിനെ കിട്ടുകയാണെങ്കിലേ ഓനെക്കൊണ്ടാണ് കെട്ടിപ്പിച്ചാൽ ആ അമ്മാക്കും പാപ്പാക്കും ഒരാളായല്ലേ. ഏതായാലും ഫസീലും മക്കളും അവിടെയാണ്. സൗദയോട് ഓരോ കാര്യങ്ങൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സൗദ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. പക്ഷേ സൗദക്കൊന്നും അറിയാമായിരുന്നു. അല്ലമ്മ, അപ്പം ഇനി കുട്ടികൾക്ക് പർദ്ദയും മഫ്തിയൊക്കെ വാങ്ങാനേ ഇന്ന് ഷ്യാമോനോടൊന്ന് പറയണേ, ഓൻ പോയിക്കോട്ടെ, ഒന്നാണ് സാധനങ്ങൾ എടുത്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൊടുക്കുക, കുറച്ച് പൈസ എന്തെങ്കിലും കൊടുത്ത് പോരുക. ഇനിയിപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാട്ടാലോ, ഓല് പോയി എടുത്തോട്ടെ. നാളെ ഏതായാലും കുട്ടികളൊക്കെ പുതിയ പർദ്ദയും മഫ്തിയൊക്കെ ഇട്ട് പോകുമ്പോൾ മോശമാക്കരുതല്ലോ. എന്നാൽ ഈ സമയം തന്നെ അതാ ഉമ്മ ഷാമോനെ വിളിക്കുന്നു. മോനെ, ഷാമോനെ. നുസൈബയും അവനും റൂമിലായിരുന്നു. ഉമ്മ വിളിക്കുന്നു നിൽക്കുക. ഷാമോനെ. ആ എന്തുമ്മ? ആ മോനെ, എടാ നാളെ മദ്രസ തുറക്കാണല്ലോ. ആ കുട്ടികൾക്കുള്ള ഡ്രസ്സോ തുണിയും കുപ്പായോ തൊപ്പിയോ അങ്ങനെ എന്താ വെച്ചാൽ വാങ്ങിക്കൊടുത്താലേ വലിയ കൂലിപ്പാടുള്ള കാര്യമാണ്. ദീൻ പഠിക്കാൻ പോണ കുട്ടികളല്ലേ. അപ്പം ഉമ്മാൻ്റെ കുട്ടി എന്താ വെച്ചാൽ ചെയ്തോളൂ. എന്താ വേണ്ടിയത്? ഉമ്മ, അത് സത്താർക്കാരുടെ വീട്ടിലേക്കോ? ആ എന്നാ ഉമ്മ വരി, നമുക്ക് പോയി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. പൊന്നാരെ പഠിപ്പ് ഉമ്മാൻ്റെ കുട്ടി പോയാൽ പോരെ. നുസിയച്ച് പോനടി. ഉമ്മ ഞാൻ അത് പോയിക്കോ, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി, ചെല്ലി, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളിട്ടാ. നിങ്ങൾ ഓൽക്ക് എന്താ വെച്ചാൽ മാണ്ടേറ്റ് വാങ്ങിക്കൊടുത്തോളൂ. കുട്ടിയെ ഞാൻ പിടിച്ചോളാം, അതാ കൊണ്ടുപോകണം. അല്ലമ്മ, കുട്ടി പോന്നോട്ടെ. എന്നാൽ നുസൈബക്ക് അത് പറഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോൾ തന്നെ അവർ രണ്ടുപേരും അതാ പോകുന്നു, സത്താറിൻ്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട്. അല്ലാ, ആരും ഇത് പഠിച്ചോനേ. സത്താറിൻ്റെ ഭാര്യ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അല്ലാ അല്ല, കയറി ഇരിക്കിട്ടോ. ഓ, എന്ത് നിങ്ങൾ കണ്ണുമുഖക്ക് വല്ലാണ്ടിരിക്കണെത്താ? ഒന്നുമില്ല മോളെ, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും ഇവരെ കുട്ടികളപ്പോൾ ജയിലിലും അല്ലേ, അതൊക്കെ ആലോചിച്ചിട്ട് ഇടങ്ങാറായതാണ് മോളെ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ നിങ്ങൾ കരയല്ലേ ഒന്നും കൊണ്ടോ. പിന്നെ മക്കൾക്ക് നാളെ മദ്രസ തീർക്കല്ലേ, അപ്പോൾ അവർക്കൊരു ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? രണ്ടാൺകുട്ടിയാക്കും ഒരു പെൺകുട്ടിക്കും ഉള്ളതല്ലേ, അത് ഇവിടെ പഴയതൊക്കെ ഉണ്ട് മോളെ, മതി. തൊപ്പിയൊക്കെ ഒന്ന് ഞാൻ തിരുമ്പിട്ടിക്കണ്, അത് പറ്റിക്കണം. എന്നാലും ഉമ്മ അതിൻ്റെ ആവശ്യമില്ലല്ലോ, മക്കളെ മാറ്റി നമുക്കൊന്ന് ഡ്രസ്സിൻ്റെ കടയിലേക്ക് പോകാം. നുസൈബ സന്തോഷത്തോടെ അത് പറഞ്ഞപ്പോൾ ശരിക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ടായിരുന്നു, അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ഈങ്ങിക്കണമെന്നുള്ളൂ. നല്ലോണം തിരുമ്പി നന്നാക്കിയാലൊക്കെ ഒന്ന് ജാല മുക്കിയാൽ ഒക്കെ റെഡിയാവും. അല്ലമ്മ, സാല മദ്രസയിലേക്ക് ദീൻ പഠിക്കാൻ പോവല്ലേ, അപ്പം നമ്മൾ നല്ല തന്നെ കൊടുക്കണ്ടേ. അങ്ങനെ അതാ മക്കളെല്ലാവരും സന്തോഷത്തോടെ മാറ്റി ഒരുങ്ങി. അല്ലാ, അതെ, 3 മക്കളും പോകുന്നത് വളരെയധികം സന്തോഷത്തോടെ. അത് ചെറിയ മോള്, അവൾ 1ാം ക്ലാസ്സിലേക്കാണ് ചേർത്താൻ വേണ്ടി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ മക്കളെല്ലാവരോടും ഉമ്മയോട് സലാം പറയും. ഉമ്മ ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്നാൽ നുസൈബ പറഞ്ഞു, ഇത്തങ്ങളും പോരി, നിങ്ങളായിട്ട് ഞാൻ അവിടെ നിൽക്കണ്ടല്ലോ, മക്കൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ, അതുകൊണ്ട് നിങ്ങളും പോരിത്താ എരി. നുസൈബയുടെ നിർബന്ധം. മോളെ, ഞാനില്ല മോളെ, ഞാൻ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഷാമോൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പലരും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. എന്നാൽ അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ ആ താത്ത അത് കാണുന്നുണ്ടായിരുന്നു. ഇവരല്ലേ രാവിലെ വന്ന് പോയിൻ്റെ, ഇപ്പം പിന്നെയും വന്നാ. ഏതായാലും സത്താറ് പോയിൻ്റെ ഷോൾക്ക് കോളായി. എപ്പോഴും ഓരോരുത്തരൊരു വിരലും പോക്കും ഒക്കെ ആയിട്ടിങ്ങനെ. അങ്ങനെ അതാ നുസൈബ അവരെയും കൊണ്ട് പോകുന്നു ഷമ്മാസിൻ്റെ വാഹനത്തിൽ. നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി. അതെ, ആ കുഞ്ഞുമോൾക്ക് ആവശ്യമുള്ള പർദ്ദയും മഫ്തയും ഡ്രസ്സും എല്ലാം എടുത്തു കൊടുത്തു. ആൺകുട്ടികൾക്ക് അതാ വെള്ളത്തുണിയും തൊപ്പിയും വെള്ള ഷർട്ടുമെല്ലാം വാങ്ങിക്കൊടുത്തു. അവർക്ക് മദ്രസയിലേക്ക് പോകുവാനുള്ള ബാഗ്, ബുക്ക് അതെല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കൊടുത്തു. മദ്രസയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർ പേര് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു കേട്ടിരുന്നു. അവരുടെ ആ ടെൻഷനും കാര്യങ്ങളും, പിന്നെ ഫോണിൽ ഒന്നും അറിഞ്ഞില്ല, ഗ്രൂപ്പിൽ പലതും പറഞ്ഞു വിട്ടിരുന്നു ഉസ്താദ്, അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നായിരുന്നു അറിഞ്ഞത്. എന്നാൽ ആ കുട്ടിയെ ഉസ്താദ് കണ്ടപ്പോൾ എന്താണ് നിനക്കൊന്നും വേണ്ട, നിങ്ങളെന്താ ഫോണൊന്നും എടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് ഞങ്ങൾ ഫോണ് കേടായിരുന്നു എന്ന് പറഞ്ഞു. ആ ബാപ്പാനോട് പുതിയൊന്ന് വാങ്ങിത്തരാൻ പറയും, ബാപ്പ ഇപ്പോൾ വലിയ തറവാട്ടിലൊക്കെ ആണല്ലേ നിൽക്കുന്നത്. കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യം ആ പൊന്നുമോനെ വല്ലാതെ വിഷമത്തിലാക്കി. കാരണം സത്താറിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു, അവൻ അവിടെയും ഇവിടെയൊക്കെ പോയി നിൽക്കുകയായിരുന്നു, ഇവരെ സംരക്ഷിക്കില്ലായിരുന്നു, അങ്ങനെയായിരുന്നു. എന്തൊക്കെ തന്നെയാലും ഷമ്മാസ് തണലായി താങ്ങായി വന്നു ഐഷുമ്മയുടെ നിർബന്ധം കൊണ്ട്. അങ്ങനെ അവർ അതാ നേരെ ആ ഒരു
ടെക്സ്റ്റൈൽസിൽ കയറി എല്ലാം ആവശ്യമുള്ളത് എടുത്തു. ബാഗും ബുക്കും എല്ലാം എടുത്തു. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അതെ, നാളെ മദ്രസ തുറക്കുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർക്ക് പോകാലോ എന്നുള്ള സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ അപ്പോഴേക്കും അതാ സത്താറിൻ്റെ ഭാര്യ അവർക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചു. അവർ തിരിച്ചു വരുമ്പോഴേക്കും കുട്ടികൾക്ക് സ്വീറ്റ്സും പലഹാരവും എല്ലാം വാങ്ങി. അതൊക്കെ നുസൈബയുടെ നിർബന്ധമായിരുന്നു. അതെ, അവർക്ക് അത് വാങ്ങിക്കൊടുക്ക്, മക്കൾക്കത്, ആ മോൾക്ക് കുറച്ച് മുടിമണ്ണൊക്കെ വാങ്ങിക്കൊടുത്താണ്. അതെ, അവരൊക്കെ പാവാണ്. കുറച്ച് അങ്ങനെയുള്ള ടൈപ്സ് ടിപ്പുകൾ, അതുപോലെ ഇങ്ങനെ മുടിമ ഇറുക്കണ സംഭവങ്ങൾ, കുറച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ മുടി കെട്ടാനൊക്കെ വേണ്ടി വരും. അതൊക്കെ നുസൈബ തന്നെ കളക്ട് ചെയ്യുകയായിരുന്നു ആ പൊന്നു മോൾക്ക് വേണ്ടി. അതെ, കുഞ്ഞു മോളായിരുന്നു. ബാക്കി 2 ആൺകുട്ടികളുമായിരുന്നു. അവർക്ക് അവരുടെ സന്തോഷകരമായ ആ നിമിഷങ്ങൾ ആ മക്കളുടെ മുഖം കണ്ടപ്പോൾ ശരിക്കും നുസൈബയുടെ മനസ്സ് വല്ലാതെ നിറഞ്ഞു പോയി. റബ്ബേ അല്ലാ, ഈ മക്കൾക്ക് തന്നെയല്ലേ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്. സ്നേഹത്തോടെ അതാ നുസൈബ അവർക്കുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. ആവശ്യമുള്ളതെല്ലാം ആ മക്കൾക്കും നല്ല പുതിയ ചെരുപ്പും ഷൂവും മദ്രസയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതെല്ലാം വാങ്ങിക്കൊടുത്തു. സന്തോഷത്തോടു കൂടി അവർ വാഹനത്തിൽ കയറി. ആ മക്കൾ സന്തോഷത്തോടു കൂടി നേരെ അതാ പോകുന്നു അവരുടെ വീട്ടിലേക്ക്. അല്ലാ ഇക്ക, എന്തടി ഇക്ക, വല്ലാത്തൊരു സന്തോഷമാണല്ലേ നമ്മൾക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അതെടി, ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ, അതൊക്കെ നമുക്ക് പടച്ച റബ്ബ് തന്നിട്ടല്ലേ. ആ മക്കളുടെ മുഖത്തേക്ക് നോക്കി എന്തൊരു സന്തോഷമാണ്. അതെ, മക്കൾക്ക് പ്രത്യേകമായിട്ട് കളിക്കോപ്പുകളും കാറുകളും എല്ലാം നുസൈബ എടുത്തു കൊടുത്തിരുന്നു അവർക്ക്. എൻ്റെ നുസി, ഇങ്ങനെയാണെങ്കിൽ പർച്ചേസിന് നീ ഇനി എൻ്റെ കൂടെ വന്നോണ്ടിട്ടോ, കാരണം നിനക്ക് എന്നേക്കാൾ അറിയാലോ കാര്യങ്ങളൊക്കെ. എൻ്റെ ഇക്ക, നിങ്ങളുടെ ഭാര്യയായിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ എന്തൊക്കെ തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നുസി, പ്രാർത്ഥിക്കുക, പഠിച്ചോ സ്വീകരിക്കട്ടെ നമ്മളുടെയൊക്കെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവർ അവരുടെ വീട്ടിലേക്കുള്ള ആ വഴിയിലെത്തി. ഉമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അതെ, അവർ അവിടെ കാത്തിരിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും നോക്കിക്കൊണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവർ അവിടേക്ക് എത്തുന്നു. നേരെ അതാ ഷമ്മാസ് വാഹനം അവരുടെ വീടിനടുത്തേക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തി. സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു. ഉമ്മ എന്നാൽ ശരി കേട്ടോ, ഞങ്ങൾ ഇനി പോട്ടെ. എന്നാൽ നുസൈബ് പറഞ്ഞു, ഉമ്മ എന്നാൽ ശരി, ഞങ്ങൾ അസ്സലാമു അലൈക്കും, നമുക്ക് പിന്നെ കാണണ്ട. അല്ല മക്കളെ, എന്തെങ്കിലും ഒന്ന് ചായയും കടിയും കുടിച്ചു പോയി. ഇതാ ഞാൻ ഇവിടെ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിക്കണ്. എന്ത് പലഹാരം? ഒന്നും വേണ്ടില്ല, മക്കൾ കൊടുക്കുമ്മ, മക്കൾ കൊടുക്കി. അവരവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്, എന്നാലും കൊടുക്കി. അല്ല മക്കളെ, ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം കുടിച്ച് പോയിക്കോളി, നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ നിങ്ങൾ കഴിക്കി. അതല്ലാതെ. എന്നാൽ ആ താത്തയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും നുസൈബ് പറഞ്ഞു, ഞാൻ നേരത്തെ കുടിച്ചതാ പെണ്ണേ, നീ കുടിക്ക്. അല്ല മോനെ, ഷാമോന് വരി, നിങ്ങൾ കഴിക്ക്, സന്തോഷത്തോടു കൂടി കഴിക്കുക, അല്ലാതെ നമ്മളടുത്ത് വേറെ ഒന്നും നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി 1/2 ഗ്ലാസ് വീതം ചായ കുടിച്ചു. എന്നാൽ ആയിക്കോട്ടെ കേട്ടോ, ശരി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കിട്ടോ. ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ ചെന്ന ഉപകാരം ഒരിക്കലും ഞാൻ മറക്കൂല. എൻ്റെ സത്യമായിട്ടും പഠിച്ചു നിങ്ങളെ കാക്കും, നോക്കിക്കോളി, ഒരിക്കലും മറക്കൂല. അള്ളാഹു ഉണ്ടാവും നിങ്ങളുടെ കൂടെ. 5 വക്തിലും അള്ളാഹിനോട് ഞാൻ തേടും നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുത്തല്ലോ. ആ ഉമ്മ കരയുകയായിരുന്നു. അങ്ങനെ അത് യാത്ര പറഞ്ഞുകൊണ്ട് അവർ നേരെ അത് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഈ സമയം ഐഷുമ്മയോട് സൗദ പറയുന്നു, ഉമ്മ എന്താ മോളെ, ഓല് പോയിട്ട് കുറേ നേരമായല്ലോ, ഓലിപ്പോൾ അങ്ങോട്ട് എത്തുവേ, ഇനിയിപ്പോൾ നേരം വൈകിയാൽ ഓല് രണ്ടാളും തന്നെ അല്ലേ. അല്ലമ്മ, ഈ ഒരു അന്യ സ്ത്രീൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകണത്ര നല്ലതൊന്നല്ലല്ലോ, തെറ്റുകൾ എപ്പോഴും സംഭവിച്ചൂടെ? അങ്ങനെയൊക്കെ പോകുന്നത് ശരിയാണോ? ശരിക്കും ഐഷുമ്മ പറഞ്ഞു, മോളെ അതിപ്പോൾ ഒരു സഹായത്തിന് വേണ്ടി പോയതല്ലേ, എന്ത് സഹായമായാലും ആണും പെണ്ണും ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ ഇടയിൽ ബിലീസ് വരുന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ നുസി ഉണ്ടല്ലോ ഉമ്മ, ഇപ്പം നുസിയുണ്ട്. നേരത്തെ ഷമ്മാസ് ഒറ്റക്കായിരുന്നു പോയിരുന്നത്, ഓല് ഒരുമിച്ച് വണ്ടിയിലിരുന്നായിരുന്നു പോയിരുന്നത്. മക്കളുണ്ട്, എന്നാലും ഓലൊക്കെ ചെറിയ മക്കളല്ലേ, അതൊക്കെ തെറ്റല്ലേ ഉമ്മ, ഒന്ന് ആലോചിച്ചറിഞ്ഞൂടെ? ശരിക്കും സൗദിയുടെ ആ ഒരു ചോദ്യം കേട്ട് ഐഷുമ്മ നിശബ്ദമായി. കാരണം അവൾക്ക് എന്തൊക്കെയോ ഒരു ഇതുണ്ടെന്ന് ഐഷുമ്മക്ക് തന്നെ മനസ്സിലായി. മോളെ, അതിപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് സഹായിക്കാനല്ലേ, നമ്മൾ വേറെ ദുരുദ്ദേശത്തിന് പോയതല്ലല്ലോ. എന്നാലും അതൊന്നും പാടുന്നില്ല ശരിക്ക്, അതൊക്കെ പല തെറ്റുകളും. ഇപ്പോൾ ഷാമോനായാലും ഇപ്പോൾ മനുഷ്യൻ തന്നെ അല്ലേ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിടാ എന്നുണ്ടാവില്ലമ്മ. ശരിക്കും സൗദിയുടെ വാക്കുകൾ കേട്ട് ഉമ്മാക്ക് അതത്ര അങ്ങോട്ട് പിടിച്ചില്ല.
ഉമ്മ പറഞ്ഞു, എന്തായാലും പഠിച്ചോൻ കാക്കട്ടെ, അള്ളാഹു ഉണ്ടല്ലോ ഒരുവൻ, നല്ല നല്ല നെയ്യത്ത് വെച്ച് നമ്മൾ പോവല്ലേ, അല്ലാതെ വേറെ ദുരുദ്ദേശത്തിനൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. ആയിഷമ്മ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ കുറച്ച് ഷമ്മാസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നൊട്ടി നണഞ്ഞ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സൗദക്ക്. പക്ഷേ ഉമ്മയുടെ അടുത്ത് അതങ്ങോട്ട് വില പോകുന്നില്ല. എന്തൊക്കെ തന്നെയാലും അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നുസൈബയും ഷമ്മാസും വരുന്നു. ഉമ്മ സിറ്റ് ഔട്ടിലുണ്ട്. ആ മക്കളെ വന്നോ? ഉമ്മ അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. എവിടെ ഉമ്മാൻ്റെ തങ്കക്കൂടെ ഉറങ്ങിക്കണം? അല്ലോ, എവിടേക്ക് തെണ്ടി പോയിൻ്റെ നിൻ്റെ കുട്ടി? ആയുഷമ്മ കുഞ്ഞിനെ വാരിയെടുത്തു. ഓ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഓ ആഹാ, കണ്ണൊന്നും നോക്കണ്ടല്ലേ. എന്തായി നുസിയെ പോയിട്ട്? ഉമ്മ ഓർക്ക് ഡ്രസ്സുകളും ഒക്കെ വാങ്ങിക്കൊടുത്തു. മാഷാ അല്ലാ, സന്തോഷമായിക്കണം. അവർ കരയാണ്. എടി അതന്നെയാണ് അങ്ങനത്തോൽക്കനല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. പഠിച്ചോനെ അല്ലാവേ നീ കാക്കല്ലാ. ഐഷുമ്മ പടച്ചിറബിനോട് ദ്വാ ചെയ്തു. എന്നാൽ അതൊന്നും വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ സൗദ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സ്നേഹം, ഇത്രയൊന്നും പാടില്ല ആരോടായാലും. നുസൈബയോട് പ്രത്യേകമായിട്ടൊരു സ്നേഹം കൂടുതലായിട്ടുണ്ട്. ഞാനൊക്കെ അവിടെ പിന്നിൽ നിൽക്കുള്ളൂ. ഓള് വന്നാൽ പിന്നെ പാലും തേനുമാണ്. എന്തൊക്കെ തന്നെയായാലും നോക്കാം. അങ്ങനെ അത് സൗദ ഐഷമ്മയോടെയും നുസൈബയുടെയും ഷമ്മാസിൻ്റെയൊക്കെ ആ ഒരു സ്നേഹമൊന്ന് തെറ്റിപ്പിച്ചാലോ എന്നുള്ളൊരു ചിന്തയും അവൾക്കുണ്ടായിരുന്നു. എനിക്ക് ഏതായാലും ഭർത്താവൊന്നുമില്ല, ഞാനിവിടെ ഇങ്ങനെ നിൽക്കണം, എൻ്റെ മാപ്പിള എന്നെ വിളിക്കണമില്ല, ഒന്നും ആണില്ല. ഓലിങ്ങനെ കൊഞ്ചു കുഴഞ്ഞ് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സൊക്കെ ഒരു ഇടങ്ങാറാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെ ആയിത്തീരും എനിക്കറിയില്ല. എന്നാൽ നുസൈബ് വന്നപ്പോൾ തന്നെ അത് സൗദിയുടെ സ്വഭാവം മാറി. അവൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. ഷമ്മാസ് അകത്തേക്കൊന്ന്, എവിടെ മോനൂസ്, എവിടെ മോനൂസ്? ആ ഓൾ ഉറക്കാൻ വെക്കണം. ഉമ്മ അതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് പോയോ? ഓ, കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാഞ്ഞാലേ പറ്റില്ലല്ലോ അല്ലേ. എന്നാൽ ഷമ്മാസ് വെറുതെ ഒന്ന് മുട്ടി, എവിടെ മോന് ഉറങ്ങിയോ? എന്നാൽ അപ്പോൾ തന്നെ അവൾ വാതിൽ തുറന്നു. ആ മോനെ ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇല്ലല്ലോ, കരയാണല്ലോ അവിടെ നിന്ന്. ഇനിങ്ങടുത്തേ, നിങ്ങളിപ്പോൾ പുറത്ത് പോയി വന്നതല്ലേ, കൈ കഴുകിയിട്ടില്ലല്ലോ. ഒരു നിമിഷം അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് ഒന്ന് ഞെട്ടി. റബ്ബേ, അതവൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഇതായി. കാരണം ഒന്നുമില്ലൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അന്ന് കൊറോണ കാലത്തൊക്കെ പുറത്തു പോയെന്ന കൈ കഴുകലും സാനിറ്റൈസർ അടിക്കലും കുട്ടികളെടുക്കലും എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിപ്പോൾ പെട്ടെന്ന് അതാ സൗദിയുടെ വാക്ക് കേട്ടപ്പോൾ നവാസിൻ്റെ മുഖം വല്ലാതെ അങ്ങായി. അവനൊരു നിമിഷം പഠിച്ചവനെ ഈ കുട്ടിയെ ഒന്ന് നോക്കാനും എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ആയോ എന്നിവരെ അവൻ്റെ മനസ്സിലേക്ക് തോന്നിപ്പോയി. എന്തൊക്കെ തന്നെയായാലും സൗദ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ നവാസ് വിളിക്കുമോ അവളെ? നവാസ് അവൻ്റെ ജീവിതത്തിലേക്ക് അവളെ ചേർക്കുമോ? അതും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.